മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ രതീഷ് ചക്രപാണി കൂടി ചേരുകയാണ്. ചക്രപാണി, ഈ നേരത്തെയുള്ള തീരുമാനങ്ങളിൽ നിന്നും വലിയ അർത്ഥത്തിൽ അയവ് വരുന്നു. കൂടിക്കാഴ്ചയിൽ ഈ ജന്തർ മന്ദറിലെ സമരക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നു. ആ ചർച്ചയിൽ പല വിധത്തിലുമുള്ള അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു. അതായത് ഈ മരിച്ചു വീണ കുട്ടികൾക്ക്, ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാം, കേസെടുക്കില്ല, നിലവിലുള്ളവരെയൊക്കെ പുറത്തേക്ക് വിടാം, ഇങ്ങനെ വഴങ്ങുന്നു. മാത്രമല്ല, നേരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിവെക്കില്ല എന്ന് ഉറച്ചു നിന്നിരുന്ന ഒരു കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനമെടുക്കാൻ സമയം വേണം എന്നാവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ, അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന് മുട്ടുമുടക്കാതെ വേറെ വഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് സർക്കാർ തന്നെ ഈ സമരത്തെ കൊണ്ടുവന്ന് എത്തിച്ചു. കാരണം ഏറ്റവും ആദ്യമേ തന്നെ ഈ ഇത്തരം സമരങ്ങൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അതേ രാജ്യദ്രോഹികളെന്ന് വിളിക്കാനും അവരുടെ ഒരു സ്മിയർ ക്യാമ്പയിനുകൾ കൊണ്ട് തുരത്താനും ഒക്കെ ആദ്യം പ്ലാൻ ഇട്ടെങ്കിൽ പിന്നീട് 2ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കുട്ടികളുടെ നേരെ ആണി ഘടിപ്പിച്ചിട്ടുള്ള ലാത്തികളുമായി അതിക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിടുന്നതാണ്. ഈ മർദ്ദനം അഴിച്ചുവിടുമ്പോൾ ഗവൺമെന്റിന്റെ ഒക്കെ കണക്കൂട്ടൽ, എല്ലാ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്കുള്ള കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ അത് കണ്ട് പേടിച്ച ആളുകൾ ഭയന്ന് പിന്മാറുമെന്നാണെങ്കിൽ അങ്ങനെയല്ല, പകരം 1-ന് പകരം 10-ഉം 100ഉമായിട്ട് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്ക് ഇന്നലെ തന്നെ എല്ലാ ഇപ്പൊ ഗവൺമെന്റ് ഏജൻസികളെല്ലാം തന്നെ ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമാകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എക്സ്പോസ്റ്റും അതുപോലെ തന്നെ വീഡിയോ സന്ദേശവുമായിട്ട് പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വന്നത്. കൂടാതെ അജിം ഷാദ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നാളെ ഉച്ച വരെ ഞങ്ങൾക്ക് ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഒരു കാരണവശാലും ഇത് രാജിവെപ്പില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവര് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത്രയും ദിവസം ആയിട്ട് പോലും, ഈ 37 ദിവസങ്ങളായിട്ട് പോലും ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടായില്ല. പുതിയ നിയമങ്ങളെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല, ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ തന്നെ ഇത് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. മിക്കവാറും നാളത്തോടുകൂടി ഈ പറയുന്ന പോലെ രാജ്യപ്രഖ്യാപനം കൂടി ഉണ്ടാകാനാണ് സാധ്യത. ഇനി അത് ഉണ്ടായില്ലെങ്കിൽ പോലും എത്ര നാൾ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാനാകും എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഞങ്ങൾ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് വിചാരിച്ചിരുന്ന ഒരു ഗവൺമെന്റ് അതൊന്നും കൈപ്പിടിയിലല്ലെന്നും പകരം 7 നിമിഷത്തിലും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടാമെന്നും അതിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരുമെന്നും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെയൊക്കെ പല ചർച്ചകളിലും ചക്രവാണി അടക്കം നിരീക്ഷിച്ചതുപോലെ നേരത്തെ കേന്ദ്ര സർക്കാർ പല വിധത്തിലും ഇത്തരത്തിൽ സമരങ്ങളെ അഭിമുഖീകരിക്കും. പ്രത്യേകിച്ച് 2014 ശേഷമുള്ള മോദി സർക്കാർ 3 ടേമുകളിലും നിരവധി നിർണായകമായ സമരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കർഷകരോട് തോറ്റു പിൻവാങ്ങുന്ന സാഹചര്യമുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ പല വിധത്തിലും ദേശദ്രോഹം ആരോപണങ്ങൾ ഉന്നയിക്കും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അതിലേക്ക് പല വിധത്തിലുള്ള വാഗ്ദാനം, കർഷകരോട് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല എങ്കിൽ പോലും അവരോട് മുട്ടുമടക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്രൂഷ്യലായി ഉള്ള ഒരു വീഴ്ചയാണ് മോദി സർക്കാരിൻ്റേത് ഇക്കാര്യത്തിൽ എന്ന് പറയേണ്ടി വരും. കാരണം മിഡിൽ ക്ലാസ് അടക്കമുള്ളവർ, കുട്ടികളുടെ വിഷയമായതുകൊണ്ട് വല്ലാതെ മോദി സർക്കാരിനെതിരായി ജനവികാരം രാജ്യത്താകമാനം ഉയർന്നു. നേരത്തെ ചക്രവാണി തന്നെ സൂചിപ്പിച്ചതുപോലെ പല ഏജൻസികളും സർക്കാരിന് അത്തരത്തിൽ സന്ദേശം നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇവർക്ക് വലിയ രീതിയിൽ മേൽക്കൈ നേടാനായില്ല. കാരണം സംഘപരിവാറിൻ്റെ നമുക്കറിയാം കൂട്ടമായുള്ള ആക്രമണം, അത്തരം ഫേക്ക് ലൈക്കുകൾ, ഫേക്ക് വ്യൂകൾ അതൊന്നും ഉണ്ടാക്കാനാകുന്നില്ല. കാരണം CJP പോലെ ഉള്ള യുവജനങ്ങൾ കൂടുതൽ, ജെൻസി കൂടുതൽ അതിലേക്കുണ്ട് എന്നുള്ളതാണ് അതിലൊരു ഘടകമായി കാണുന്നത്. ഇങ്ങനെ വിവിധ എലമെൻറ്റുകളൊന്ന് പരിശോധിച്ചാൽ ചക്രവാണി. അല്ല, അജിം ഷാദ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ കർഷക സമരം നടക്കുമ്പോൾ അത് കർഷകർ വളരെ ഓർഗനൈസ്ഡ് ആയി അവിടെ ഒരു വർഷത്തോളം പ്രൊട്ടസ്റ്റ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രൊട്ടസ്റ്റിന്റെ ഫലമായിട്ട് ഗവൺമെന്റിന് പുറകോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. കാരണം ഇത് ഏറ്റവും ആദ്യം അവിടെ ജന്തർ മന്ദറിൽ ഇവരൊരു സമരം തുടങ്ങാൻ വേണ്ടി വരുമ്പോൾ 2000 പേരുണ്ടാവുകയും പിന്നീട് 5000 പേര് വരുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് 12000 പേര് അങ്ങോട്ട് തന്നെ എത്തുകയും ഡൽഹി മുഴുവൻ ഏതാണ്ട് 60,000 പേരിൽ അപ്പുറത്തേക്ക് നിറഞ്ഞു കവിയുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ പൊതുമൂഡ്, അതായത് പൊതുവായിട്ടുള്ള ഒരു വികാരം തന്നെ ഈ സമരത്തിന് അനുകൂലമാണെന്നും BJPയുടെ എല്ലാവിധ ഗ്രിപ്പുകളും BJP അനുഭാവികളായിട്ടുള്ള ആളുകളുടെ പോലും പിന്തുണ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം കർഷക സമരം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ, ചില ഏരിയകളിൽ മാത്രം ബാധിച്ചിരുന്ന ഒന്നാണെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് തീർത്തും വൈകാരികമായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു 15 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള 90 കോടിയോളം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് അങ്ങേയറ്റത്തെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായി തീർന്നു എന്നുള്ളത് ഗവൺമെന്റിന് ഇപ്പൊ ഏതാണ്ട് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ അവിടെ ഒരു
ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടി ഇതിന്റെ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നു. അവർ ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയും മകനുമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ തന്നെ വരുമ്പോ ഈ എത്ര കാൾ ഈ പറയുന്ന ഒരു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഗവൺമെന്റ് മനസ്സിലായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ കർഷക സമരത്തിന്റെ ഒരു ഇമ്പാക്റ്റ് അല്ല, ഇത് ഇന്ത്യ മുഴുവൻ, അതായത് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഇന്ത്യ മാത്രം പോലും അല്ല, ഇപ്പൊ ഇത് ലോകത്ത് പോലും നോക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കുന്നു, ഇതെത്ര മോശമാണ് എന്ന് പറയുന്ന ഒരു വലിയ ഇമേജിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രൊട്ടസ്റ്റിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും പിന്തുണ ഏറി വരുന്നു, കൂടി വരുന്നു. ഇന്നിപ്പോ നമുക്കറിയാം മറ്റേ മുരളി മനോഹർ ജോഷി അടക്കമുള്ള ആളുകൾ, നേരത്തെ ഇവരുടെ തന്നെ മന്ത്രിയായിരുന്ന IHRD മിനിസ്റ്ററിയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇത് മോശപ്പെട്ട പ്രവണതയാണ് എന്നുള്ളതിലേക്ക് വരുന്നു. കൂടാതെ സംഘപരിവാറിനകത്തും വലിയ ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റേ സമരങ്ങളുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ ഒരു 3 ഇരട്ടിയെങ്കിലും ആഘാത ശേഷിയുള്ള ഒരു സമരമാണിത്. തീർച്ചയായും. കാരണം ഇതിൻ്റെ പ്രധാനമായ ഉള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചക്രപാണി നിരീക്ഷിച്ചതുപോലെ പൊതുജനം മുഴുവൻ എതിരാകുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ നമുക്കറിയാം അവിടെ ഓരോ കുട്ടികൾ അടികൊള്ളുമ്പോൾ അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് എന്ന തരത്തിലേക്കൊരു തോന്നൽ രാജ്യത്തിനുണ്ടാകാൻ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മാനം എന്നതിനൊപ്പം ഒരു സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മാനത്തിലേക്ക് ഈ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് വളരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മോദി സർക്കാർ അത് റീഡ് ചെയ്യാൻ താമസിച്ചു എന്നുള്ളത് ശരിയാണ് ചക്രവാണി? അത് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു തലം ഈ പ്രൊട്ടസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം. കൂടാതെ സ്ത്രീകളെ അവരെങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് വടികൊണ്ട് കുത്തുന്ന രംഗമൊക്കെ കണ്ടാൽ ആർക്കായാലും തന്നെ ഈ പ്രൊട്ടസ്റ്റോട് അനുഭാവം പ്രകടിപ്പിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കുറെ ഫാക്സുകൾ കൂടി വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 152 പരീക്ഷകൾ ഇവിടെ ലീക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലെ എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ഇത്രയും പരീക്ഷകൾ ഇവിടെ ലീക്ക് ചെയ്യപ്പെട്ടോ, നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇത് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു NTA എന്ന് പറയുന്ന ഏജൻസിയും അതുവഴി നടത്തുന്ന വലിയ കൊള്ളയും കോടിക്കണക്കിന് രൂപയുടെ ലൂട്ടിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്നും ആത്മഹത്യ ചെയ്യാതെയുള്ള 100 കണക്കിന് കുട്ടികൾക്ക് മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ നിരന്തരമായി ഇത് ആളുകളിലേക്ക് എത്താൻ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ജനം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിലോട്ട് പോലും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കുറെ ഇൻഫർമേഷൻസ് എത്താൻ 93 കുട്ടികൾ കഴിഞ്ഞ 5 കൊല്ലത്തിനകം ഇവിടെ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു, ഇതുമായി ബന്ധപ്പെട്ടു എന്നൊക്കെ അറിയാൻ തന്നെ ഇത് വളരെയധികം സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഇത് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ഇൻഫർമേഷൻസ് എത്തുകയും ആ ഞെട്ടിപ്പിക്കുന്ന ഇൻഫർമേഷനുകളിൽ ഈ പ്രൊട്ടസ്റ്റിന് കരുത്തുകൂടി അതിന്റെ ഒപ്പം തന്നെ അണിചേരുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇനിയും ഇവരുടെ ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഇതുപോലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും. അതെ, തീർച്ചയായും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായിരുന്നാലും ചക്രപാണി അടക്കം സൂചിപ്പിക്കുന്നത് പോലെ മോദി സർക്കാരിന് വഴങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ചക്രപാണി ഒരു ചെറിയ കാര്യം കൂടി, ഇപ്പോൾ 4 മണിയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് അപ്പുറത്തേക്ക് ഒരു തീരുമാനവും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് സമരക്കാർ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ മോഡി സർക്കാർ വഴങ്ങിയേക്കുമോ? എന്തായിരിക്കും അവരുടെ ഉള്ളിൽ രൂപം കൊള്ളുന്ന സ്ട്രാറ്റജികൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് നിരീക്ഷിക്കാനാകുന്നത്? ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇന്നത്തേക്ക് ഇപ്പൊ അത് സംഭവിച്ചില്ലെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പൊ നാളെ ഉച്ചവരെ എന്തായാലും സമയം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ നാളെ ഉച്ചവരെക്കകം ഈ ഒരു തീരുമാനം തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇതല്ലാതെ സർക്കാരിന് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഇതിന്റെ താഴെയുള്ള ഒരു ഡിമാൻഡുമായിട്ട് ഈ സമരം തീരാനും ഒരു സാധ്യതകളുമില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ഇപ്പൊ 2 മണിക്കൂറോളം നിരന്തരമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് മുമ്പ് തന്നെ അൺഒഫീഷ്യലി ചില ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളത് വളരെ കൃത്യമായി കാറ്റഗോറിക്കലി ഇവര് മന്ത്രിസഭയോട് പറഞ്ഞിട്ടുണ്ട്, നഡ്ഡയോടും മന്ത്രിയോടും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് തന്നെ എത്തിച്ചേരും. ഇത് ഗവൺമെന്റ് അനാവശ്യമായ ഒരു പിടിവാശിയാണ്. ഇപ്പൊ എന്താണെങ്കിലും റീഷഫിൾ വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും. കാരണം രാജിവെക്കാതെ ഒരു കാരണവശാലും ഈ സമരം തീരാനൊരു വഴിയില്ല. രാജിവെച്ചുകൊണ്ടേ ഈ സമരം തീരുള്ളൂ. പക്ഷെ അതിന് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം എന്നുള്ളത് നാളെ ഉച്ചവരെയോ നാളെ വൈകുന്നേരം വരെയോ സമയമെടുക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മോദി സർക്കാർ അനാവശ്യമായ ഒരു വാശി കാണിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ തീരും. അതല്ലെങ്കിൽ അത് നാളത്തേക്കാകും, അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കാവും. അത്ര വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ശരി.